എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ കാക്കാഷി മാസ്റ്റർ ആളാണെങ്കിൽ ബൊറൂട്ടോയെ കറക്കി അടിച്ച് അവന്റെ കൈ പിടിച്ച് അങ്ങനെ ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. കാക്കാഷി പറയും, നീ എന്താ കരുതിയ അത്ര സിമ്പിളായി നിനക്ക് ഈ എക്സാമില് ജയിക്കാൻ കഴിയുമെന്നോ? ഒരിക്കലുമില്ല. നിനക്കൊരു കാര്യം അറിയോ? ആദ്യം ഒരു ഷിനോബിക്ക് വേണ്ടത് വലിയൊരു ലക്ഷ്യബോധമാണ്. നിനക്ക് ലക്ഷ്യബോധമില്ല. ഫ്രണ്ട്സിന്റെ സഹായത്താല് നീ എന്റെ അടുത്ത് വരെ എത്തി. പക്ഷെ ആ ബെല്ലെടുക്കാൻ നിനക്ക് സാധിക്കില്ല. കാരണം നീ ഡിറ്റർമിനന്റ് അല്ല. എനിക്ക് നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാന്ന് പറഞ്ഞ് ആളിപ്പോ പതിയെ ആ ഒരു ജേർണലിസ്റ്റിന്റെ രൂപത്തിലേക്ക് വരികയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ഓ മൈ ഗോഡ്, അപ്പൊ നിങ്ങളായിരുന്നോ ഈ ജേർണലിസ്റ്റിന്റെ വേഷത്തില് അക്കാദമിയിലേക്ക് വന്നത്? അതിന് കാക്കാഷി മാസ്റ്റർ പറയും, അതെ, ഞാൻ തന്നെയാണ് അക്കാദമിയിലേക്ക് ഈ വേഷത്തിൽ വന്നത്. അതിന് കാക്കാഷി മാസ്റ്റർ ദേഷ്യപ്പെട്ട് പറയും, അതെ, ഞാൻ തന്നെയാണ് അന്ന് അവിടേക്ക് വന്നത്. പുതിയ സ്റ്റുഡൻസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടാനാണ് അത്തരത്തിലൊരു കള്ളം പറഞ്ഞ് എനിക്കവിടെ വരേണ്ടി വന്നപ്പോ നിങ്ങളുടെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ അതെനിക്ക് മനസ്സിലായി. നിങ്ങളിൽ 70% ആൾക്കാർക്കും ഒരു നെഞ്ചായി മാറേണ്ടതിന്റെ ആവശ്യകത അതുപോലും എന്താണെന്നറിയില്ല. അത്രയ്ക്ക് മോശമാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. നിങ്ങൾക്കാർക്കും ഒരു നിഞ്ചയാവാൻ യാതൊരു യോഗ്യതയുമില്ല. സോ നിനക്കൊരു നിഞ്ചയാവണോ അതോ കൈയൊടിച്ച് ഇവിടെ കിടന്ന് പെടയണോ? ആക്ച്വലി നിങ്ങളിലാരും തന്നെ എക്സാമിന് പാസ്സാവാൻ യോഗ്യരായവരായിട്ടില്ല. സോ ആദ്യം നിനക്കൊരു ലക്ഷ്യം ഉണ്ടാക്കാൻ പറഞ്ഞ് കാക്കാഷി ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോടെ തല പിടിച്ചമർത്തും. കറക്റ്റ് സമയം മീറ്റ്സിയ അവനിപ്പോ ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് കാക്കാഷി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ട കാക്കാഷി ഫുൾ കളർ ലൈറ്റ്നിങ് പവർ വെച്ച് മീറ്റ്സിയെ അവനെ റെസിസ്റ്റ് ചെയ്യാണ്. അപ്പോഴായിരിക്കും ഇവാബെ അവനിപ്പോ മണ്ണിനടിയിൽ നിന്ന് മുകളിലേക്ക് വരിക. അവൻ എർത്ത് സ്റ്റൈൽ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ കാക്കാഷി മാസ്റ്ററിനെ അങ്ങനെ ഇട്ടിച്ച് തെറിപ്പിക്കും. മാസ്റ്റർ ആളുടെ പവർ ഉപയോഗിച്ച് ഇപ്പൊ മീറ്റ്സിയെ അടിച്ചു തെറിപ്പിച്ച് ദൂരേക്ക് പോവാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ കാക്കാഷി മാസ്റ്ററുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു. ബൊറൂട്ടോ ആണെങ്കിൽ വലിയൊരു തുരങ്കം ക്രിയേറ്റ് ചെയ്ത് അതുവഴി രക്ഷപ്പെട്ടു പോവും. കാക്കാഷി ചുറ്റും നോക്കും. ബൊറൂട്ടോയാണെങ്കിൽ അവിടെ എവിടെയും കാണാനുണ്ടാവില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നൈറ്റ് നമ്മുടെ ആൾക്കാരെല്ലാവരും ഒരു പ്രത്യേക ഭാഗത്തേക്ക് ഒത്തുകൂടിയിരിക്കുകയാണ്. കാക്കാഷി മാസ്റ്റർ ആണെങ്കിൽ ബൊറൂട്ടോയുടെ കൈ അത് ചെറുതായിട്ട് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. സോ ബൊറൂട്ടോയുടെ ക്ലാസ്മേറ്റ് വസാബിക്കാണെങ്കിൽ കുറച്ചൊക്കെ മെഡിക്കൽ ജിപ്സും അറിയാം. സോ അവനാണെങ്കിൽ ഇപ്പൊ പറ്റും പോലെ ബൊറൂട്ടോയെ ഹീൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ബൊറൂട്ടോ പറയും, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ മീറ്റ്സിക്ക് അവന് നല്ല രീതിയിൽ പരുക്ക് പറ്റിയിട്ടുണ്ട്. സോ വസാബി ആദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് അവനാണ്. അപ്പൊ മീറ്റ്സിയെ കാണിക്കും. അവനാണെങ്കിൽ ഒരുപാട് അടിയൊക്കെ കിട്ടി അങ്ങനെ വീട് കിടക്കുകയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഇതൊന്നും സഹിക്കാൻ കഴിയില്ല. ബൊറൂട്ടോ പറയും, ഐ എം സോറി, ആക്ച്വലി ഇതിനൊക്കെ കാരണക്കാരൻ ഞാനാണ്. നമ്മളെല്ലാവരും ഗ്രൂപ്പായിട്ട് നിന്ന് എങ്ങനെയെങ്കിലും ഈ എക്സാമിൽ ജയിക്കണം എന്ന് മാത്രമാണ് ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് കൈവിട്ട കളി കളിച്ച് കാക്കാഷിയോടും ബാക്കി മാസ്റ്റേഴ്സിനോടും നിങ്ങളെല്ലാം ഉപയോഗിച്ച് ഞാൻ ഏറ്റുമുട്ടിയത്. പക്ഷേ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ കാരണമാണ് മീറ്റ്സിയ അവനിപ്പോ ഈ അവസ്ഥയിലായത്. കാക്കാഷി മാസ്റ്റർ പറഞ്ഞത് നമ്മുടെ ക്ലാസ് വളരെ വീക്കാണെന്നാണ്. അതിന് കാരണക്കാരൻ ഞാനാണെന്നും. സോ എനിക്ക് എൻ്റെ ജീവൻ പണയപ്പെടുത്തിയെങ്കിലും ഇതിൽ ജയിച്ചേ പറ്റൂന്ന് പറയും. ഇവാബയാണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ ബൊറൂട്ടോയെ അങ്ങനെ കോളറിൽ പിടിച്ച് മുകളിലേക്ക് പൊക്കുകയാണ്. ബൊറൂട്ടോ, നിനക്കൊരു കാര്യം അറിയോ? നീ കാരണമാണ് ഞങ്ങൾ എല്ലാവരും ഇന്ന് ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. ഇപ്പോഴും തോൽവി മാത്രം ഏറ്റുവാങ്ങി പുറകിലേക്ക് നിന്ന് ഞാൻ ഇവിടേക്ക് വന്നതിന് ഏക കാരണക്കാരൻ നീ മാത്രമാണ്. നമ്മുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് എല്ലാവരും കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്തത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. കാരണം നീയാണ് ഞങ്ങളുടെ മെയിൻ. നീ ഇല്ലാതെ ഞങ്ങളില്ല. സോ ഏതൊരു കാരണവശാലും നീ ഇങ്ങനെയൊന്നും സംസാരിക്കാനായിട്ട് പാടില്ല. ഇവിടെ മീറ്റ്സിക്ക ആണെങ്കിൽ ഇപ്പൊ പതിയെ കണ്ണു തുറക്കും. ഉടനെ ബൊറൂട്ടോ അവനോടി മീറ്റ്സിക്കയുടെ അടുത്തേക്ക് വരും. മീറ്റ്സിക, ഐ എം സോറി, എനിക്ക് നിന്നെ രക്ഷിക്കാനാകില്ല. അതിന് മീറ്റ്സിക പറയും, നീ എന്താ ഈ പറയണേ? സോറിയോ? ഒരു കാരണവശാലും നീ എന്നോട് സോറി പറയാൻ പാടില്ല. വെറും യൂസ്ലെസ് ആയിരുന്ന ഞാൻ ഇത്രയൊക്കെ ആയി തീർന്നത് നീ കാരണമാണ് ബൊറൂട്ടോ. അത് കേട്ട് എല്ലാവരും ഇപ്പൊ ഫുൾ പവർ ആവും. എന്തു വില കൊടുത്തും നമ്മൾ ഈ മിഷൻ ജയിച്ചിരിക്കും. ഒറ്റക്കെട്ടായി നിന്ന് ലോർഡ് 6നെ നമ്മൾ തോൽപ്പിച്ച് ആ ഒരു ബെല്ല് നമ്മൾ സ്വന്തമാക്കും. ഉടനെ ഷിക്കടയാണെങ്കിൽ ഇപ്പൊ ലാപ്ടോപ്പിൽ എന്തോ ഒന്ന് കാണിച്ചു കൊടുക്കും. നമ്മുടെ പല ഫ്രണ്ട്സും ബോധം കെട്ട് പല വഴിക്ക് കിടപ്പുണ്ട്. നമ്മളിപ്പോ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കുക എന്നതാണ്. അതിനുശേഷം വീണ്ടും ലോർഡ് 6നായിട്ടുള്ള അന്വേഷണം അത് ആരംഭിക്കണം. മെയ്റ്റ്സിക പറയും, ആക്ച്വലി ആ ഒരു ബെല്ല് അത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. എല്ലാവരും കട്ടയ്ക്ക് നിന്ന് ഒരുപോലെ ഫൈറ്റ് ചെയ്ത് ആ ഒരു ബെല്ല് സ്വന്തമാക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് മുഴുവനും ഈ ഒരു എക്സാമിൽ ജയിക്കും. കട്ട് ചെയ്ത ആൻഗോ, ഷിനോ, കൊനഹമാരു അവർ 3 പേരും ഇപ്പൊ കുറച്ച് സ്റ്റുഡൻസിനെ തീയൊക്കെ കൂട്ടിയിട്ട് അതിൻ്റെ അടുത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. ആൻഗോ ചോദിക്കും, ഒരുപക്ഷെ ബൊറൂട്ടോയും ടീമും
നമ്മളെ കണ്ടുപിടിച്ചിട്ടുണ്ടാവോ? കാക്കാശി മാസ്റ്റർ പറയും അവരിവരെ തേടി വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇവരെല്ലാവരും എക്സാമിൽ ഫെയിലാവും. അതിന് ആൻകോ പറയും മാസ്റ്റർ ആ ബുക്ക് പഠിച്ചോളൂ, ഈ കാര്യം അത് ഞങ്ങൾ നോക്കിക്കോളാം. അതിന് കാക്കാഷി ഞാൻ ഓൾറെഡി അത് പഠിച്ചു കഴിഞ്ഞു, ഞാൻ അവർക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗിനാണെന്ന് പറയുമ്പോഴേക്കും കൊനഹമാരു അവൻ പറയും അവരെത്തിക്കഴിഞ്ഞു, സ്റ്റുഡൻസ് എല്ലാവരും കാടിന് ചുറ്റും നമ്മളെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ആൻകോ അത് കേൾക്കേണ്ട താമസം അവിടെ മുഴുവൻ സ്മോക്ക് ബോംബിടും. ഇവിടെ ക്ലാസ് റെപ്പും നമ്മുടെ സ്റ്റുഡൻസും അവരൊക്കെ കാട്ടിൽ പതുങ്ങിയിരിക്കുകയാണ്. ക്ലാസ് റെപ്പ് ആണെങ്കിൽ അവളുടെ പെറ്റ് അതിനെ അവിടേക്ക് പറഞ്ഞയച്ച് കാര്യങ്ങളും സിറ്റുവേഷൻസും ഒക്കെ തന്നെ കറക്റ്റായിട്ട് നോട്ട് ചെയ്യാൻ തുടങ്ങും. ബൊറൂട്ടോ പറയും ആദ്യം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ രക്ഷിക്കണം, അതിനുശേഷം ആ ബെല്ലെടുക്കാന്ന് പറയുമ്പോഴേക്കും ആൻകോ മാസ്റ്റർ അവര് ചാടി വീണ് ഇപ്പൊ നമ്മുടെ ആൾക്കാർ അറ്റാക്ക് ചെയ്യാണ്. ക്ലാസ് റെപ്പ് ആണെങ്കിൽ ആൻകോ മാസ്റ്ററിനെ പിടിച്ചു വലിച്ച് അങ്ങനെ ദൂരേക്ക് എറിയാൻ ശ്രമിക്കും. പക്ഷെ ആൻകോ ആളവളെ കൈകൊണ്ട് ആഞ്ഞടിച്ച് ദൂരേക്ക് തട്ടി മാറ്റും. ഉടനെ വസാബി ആണെങ്കിൽ പൂച്ച പോലെ എന്തോ ഒരു സാധനത്തെ ക്രിയേറ്റ് ചെയ്യും. അതുപയോഗിച്ച് ആൻകോയെ ഒരു ഭാഗത്ത് നിന്ന് അറ്റാക്ക് ചെയ്യും. മറ്റൊരു ഭാഗത്ത് മെറ്റലി അവൻ ചാടി വന്ന് ആൻകോ മാസ്റ്ററിനെ അറഞ്ചം പുറഞ്ച് ഇട്ടിക്കും. ആൻകോ മാസ്റ്ററിനാണെങ്കിൽ വേറെ വഴിയില്ലാതെ സ്നേക്ക് പവർ അതുപയോഗിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു പോവും. എന്നിട്ട് വീണ്ടും വമ്പം പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്ത് സ്റ്റുഡൻസിനെ അടിക്കാൻ അവരുടെ അടുത്തേക്ക് വരും. അപ്പൊ അതേസമയം മറ്റൊരു പെൺകുട്ടി അവളാണെങ്കിൽ ഇപ്പൊ ഒച്ചത്തിൽ നിലവിളിക്കുകയാണ്. ആക്ച്വലി അവളുടെ പവർ വലിയ ഫോഴ്സിൽ എക്കോ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. ആ ഒരു എക്കോയുടെ സൗണ്ട് അത് ആൻകോയ്ക്ക് താങ്ങാനാവില്ല. ആ ഒരു വേവ്സിന്റെ പവർ അത് താങ്ങാൻ കഴിയാതെ ആൻകോ അങ്ങനെ ബോധം കെട്ട് താഴെ വീഴാണ്. ഉടനെ ബൊറൂട്ടോയും ടീമും ചേർന്ന് മാസ്റ്റേഴ്സ് കെട്ടിയിട്ട് ഓരോരുത്തരായിട്ട് രക്ഷിക്കാനായിട്ട് തുടങ്ങും. മറ്റൊരു ഭാഗത്ത് ഇവാബയും ടീമും അവരാണെങ്കിൽ കൊനഹമാരുമായിട്ട് പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. സാറയുടെ ആണെങ്കിൽ അവളുടെ സീലിംഗ് ഗിപ്സു അതുപയോഗിച്ച് ഇപ്പൊ കൊനഹമാരു ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ കൊനഹമാരു അതിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് ചാടും. അപ്പൊ ബൊറൂട്ടോ അവനവിടേക്ക് ചാടി വീണ് കൊനഹമാരുവിന്റെ നെഞ്ചിലുള്ള ബട്ടണില് ഒരു കത്തി എടുത്ത് ആഞ്ഞു വെട്ടുകയാണ്. ബൊറൂട്ടോ ആണ് കൊനഹമാരു അറ്റാക്ക് ചെയ്തതെന്ന് കരുതി അവനിപ്പോ ബൊറൂട്ടോ നോക്കും. പക്ഷെ അത് ബൊറൂട്ടോ അല്ല, അതും സാറയുടെ തന്നെയാണ്. കൊനഹമാരു ആണെങ്കിൽ അതൊക്കെ കണ്ടങ്ങനെ വണ്ടടിച്ച് നിൽക്കുകയാണ്. വാവ്, ശരിക്കും നിങ്ങൾ കലക്കി, നിങ്ങൾക്ക് ഇത്രയുമൊക്കെ ടാലന്റ് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോഴായിരിക്കും മറ്റൊരു പെൺകുട്ടി അവൾ അവിടേക്ക് ഓടി വരിക. അവള് പറയും കമോൺ ലോർഡ് 6നെ ഞാൻ കണ്ടു, അവിടെയുണ്ട്, അവിടേക്ക് പോവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ബെല്ല് നമുക്ക് സ്വന്തമാക്കാം. കട്ട് ചെയ്താ ഇവിടെ ബൊറൂട്ടോ അവനാണെങ്കിൽ ഒരുപാട് ക്ലൗൺസിനൊക്കെ ക്രിയേറ്റ് ചെയ്ത് കാക്കാഷി മാസ്റ്റർ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. മാസ്റ്റർ ആണെങ്കിൽ ഒരു ബുക്കൊക്കെ വായിച്ച് സിമ്പിളായിട്ട് അങ്ങനെ ഹായ് ആയിട്ടിരിക്കുകയാണ്. മാസ്റ്റർ ഇത്തവണ ഉറപ്പായിട്ടും ഞാൻ മാസ്റ്ററിനെ തോൽപ്പിക്കും, മാസ്റ്ററുടെ കയ്യിലുള്ള ബെല്ല് അതെനിക്ക് കിട്ടണം. ഉടനെ ബൊറൂട്ടോടെ ഒരുപാട് ക്ലൗൺസ് അവിടേക്ക് ചാടി വീഴും. കാക്കാഷി ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ഇതിനെക്കൊണ്ട് എങ്ങനെ ഇത്രയും ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു? അപ്പോഴായിരിക്കും ആൾക്ക് പിടികിട്ടുക അത് ക്ലൗൺസ് അല്ല, ബാക്കിയുള്ള സ്റ്റുഡൻസ് അവർ സബ്സ്റ്റിറ്റ്യൂഷൻ ജിപ്സ് ഉപയോഗിച്ച് അവിടേക്ക് എത്തിയതാണ്. ഉടനെ രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടിയിട്ടി ഫൈറ്റ്. കാക്കാഷി ആണെങ്കിൽ എല്ലാവരെയും വലിച്ചെറിയും. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ ജിപ്സ് ഉപയോഗിച്ച് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുമല്ലേ, പക്ഷെ നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല എന്ന് പറഞ്ഞ് ആള് സ്മാർട്ടായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഉടനെ ബൊറൂട്ടോ അവനൊരു സിഗ്നല് അവന് ഫ്രണ്ട്സിന് കൊടുക്കും. അത് കാണേണ്ട താമസം അവരെല്ലാവരും ഇപ്പൊ ചുറ്റും നിന്ന് സീലിംഗ് ജിപ്സ് ക്രിയേറ്റ് ചെയ്യാണ്. എല്ലാവരും സീലിംഗ് ജിപ്സ് ഉപയോഗിച്ച് കാക്കാഷി മാസ്റ്റർ ലോക്ക് ചെയ്യും. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് ആളുടെ അടുത്തേക്ക് പോയി ആ ബെല്ലെടുക്കാൻ ശ്രമിക്കും. പക്ഷെ എന്താ, ആളുടെ പർപ്പിൾ ലൈറ്റ്നിങ് സ്റ്റൈല് അതുപയോഗിച്ച് ബൊറൂട്ടോയെ തന്നെ അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ നമ്മുടെ ആൾക്കാർ വീണ്ടും വിട്ടുകൊടുക്കാതെ അങ്ങനെ കട്ടയ്ക്ക് നിൽക്കും. ബൊറൂട്ടോ വീണ്ടും ആ ബെല്ലെടുക്കാനായി ശ്രമിക്കുമ്പോഴേക്കും കറക്റ്റ് അവർക്ക് കൊടുത്ത 24 മണിക്കൂർ അത് കംപ്ലീറ്റ് ആവും. അങ്ങനെ നമ്മുടെ ആൾക്കാർ അവർക്കാണെങ്കിൽ ആ ബെല്ലെടുക്കാൻ കഴിയാതെ എക്സാമിൽ തോറ്റ് തല കുനിച്ചിരിക്കുകയാണ്. അതിന് കാക്കാഷി പറയും നിങ്ങൾ എല്ലാവരും ഈ ഒരു എക്സാമിൽ ജയിച്ചിരിക്കുകയാണ്, ബെല്ലെടുത്തോ ഇല്ലയോ എന്നതിലല്ല, നിങ്ങളുടെ പവറും കോർഡിനേഷനും ആക്ച്വലി എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ ലൈനായിട്ട് നിൽക്കുകയാണ്. മാസ്റ്റർ ഷിനോ പറയും നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഫൈറ്റ് ചെയ്തു, ആക്ച്വലി ഈ ഒരു ബോണ്ടിങ് ആണ് നമുക്ക് ആവശ്യം. ഒരു കാരണവശാലും ഏതൊരു സാഹചര്യത്തിലും കോമ്പറൻസിനെ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. അടുത്ത സെക്കൻഡ് ഒരു പ്രത്യേക ജിപ്സ് ഉപയോഗിച്ച് സ്റ്റുഡൻസിന്റെ തലയിൽ കെട്ടിയ ആ ഒരു തുണി അതിപ്പോ ഹെഡ് ബാൻഡ് ആക്കി മാറ്റുകയാണ്. നിങ്ങൾ എല്ലാവരും ഇപ്പോ സ്ട്രോങ് ആയിട്ടുള്ള ഗനിയനാണ്.
അത് കേട്ട് അവർക്കാണെങ്കിൽ അവരുടെ വിഷമവും സന്തോഷവും ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കാനാവില്ല. ഉടനെ ബൊറൂട്ടോ അവനാണെങ്കിൽ അവന്റെ ഹെഡ് ബാൻഡ് കണ്ട് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.